ആധുനിക തനത് നാടകപ്രസ്ഥാനത്തിന്റെ സമസ്ത വശങ്ങളും സൂത്രവാക്യങ്ങളും സ്വായത്തമാക്കിയ പ്രതിഭാധനനായ നാടകപ്രവർത്തകനായിരുന്നു എം.എസ്. സതീഷ്. നേടിയ നാടക അറിവും പ്രതിഭയും സമീപനത്തിലെ മൗലികതയും എം.എസ്. സതീഷിനെ വേറിട്ട കലാപ്രവർത്തകനാക്കി. നിലവിലുണ്ടായിരുന്ന കീഴ്വഴക്കങ്ങളെയും രീതികളെയും അതിലംഘിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെട്ടുപോയ കലാകാരനായിരുന്നു സതീഷ്. പലപ്പോഴും ഭാഗ്യം സതീഷിനൊപ്പം നിന്നില്ല. ആരെയും വാഴ്ത്താനോ വീഴ്ത്താനോ സമയം കണ്ടെത്തിയില്ല എന്നത് സതീഷിന്റെ ജീവിതത്തിൽ ഒരു കുറവായി. അതിനാൽ അർഹമായ അംഗീകാരം പോലും തേടിയെത്തിയില്ല. രൂപത്തിലും ഭാവത്തിലുമൊക്കെ തികച്ചും വ്യത്യസ്തനായൊരു മനുഷ്യനായിരുന്നു സതീഷ്. വേണമെങ്കിൽ ഒരു ഒ.വി. വിജയൻ സ്റ്റൈൽ എന്നൊക്കെ നമുക്ക് പറയാം. അത് തന്നെ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു രൂപവും ഭാവവും ഒക്കെ ആയിരുന്നു. നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശനുമായിട്ട് ഒരുമിച്ച് സഹകരിക്കാൻ കഴിഞ്ഞ സന്ദർഭത്തിലാണ് സതീശൻ്റെ ചിന്തകളും വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും നാടകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ചിന്തകളുമൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വർക്കല എസ്.എൻ. കോളേജിൽ ഭൗതികശാസ്ത്രം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കവെയാണ് സതീഷ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നത്. സമരമുഖങ്ങളിൽ മുന്നണി പോരാളിയായി, കോളേജ് യൂണിയൻ ചെയർമാനുമായി. ഇക്കാലത്താണ് ജോൺ അബ്രഹാമിനെ കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത്. ജോൺ അബ്രഹാമായിരുന്നു എം.എസ്. സതീഷിന്റെ ആരാധനാപുരുഷൻ. സിരകളിൽ ജോൺ ആവേശമായി പടർന്നു കയറിയ ദിനങ്ങൾ. എം.എസ്. സതീഷ്, ഞാൻ, പിന്നെ പ്രശസ്ത ഫിലിം ഡയറക്ടർ രാജസേനൻ, നമ്മളൊക്കെ ആറ്റിങ്ങൽ ടൗൺ UPSൽ 60കളിൽ സതീർത്ഥ്യരായിരുന്നു. ഞാനും സതീഷും കൂടെ ഒരു കയ്യെഴുത്ത് മാസിക 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുറത്തിറക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഈ കയ്യെഴുത്ത് മാസിക എഴുതുമ്പോൾ അതിനകത്തൊരു എഡിറ്റോറിയൽ വേണമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ പ്രതിയിൽ എഡിറ്റോറിയൽ എഴുതി ഞാനാണ്. അന്ന് എം.എസ്. സതീഷ് പറഞ്ഞു, അടുത്ത എഡിഷനിൽ എഡിറ്റോറിയൽ എഴുതുന്നത് ഞാനായിരിക്കും. അപ്പം അന്ന് മുതലാണ് സതീഷിൻ്റെ ആ സ്പാർക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.
രക്തത്തിൽ അലഞ്ഞു ചേർന്ന നാടകത്തെ കൂടുതൽ അറിയുകയായിരുന്നു സതീഷിന്റെ അടുത്ത ലക്ഷ്യം. ഏറെ വൈകാതെ തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലെത്തി. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ചെന്ന് ചേർന്ന് ഏതാണ്ട് 1 മാസം കഴിഞ്ഞാണ് സതീശൻ അവിടെ വരുന്നത്. അതുവരെ എനിക്ക് ആരെയും പരിചയമില്ല, കാരണം പല നാട്ടിൽ നിന്ന് വരുന്നവരാണ്. ആദ്യമായി ഞങ്ങൾ രണ്ടുപേരും ചെന്ന് കറുത്ത ദൈവം കണ്ടതാണ് ഞങ്ങളുടെ ഫസ്റ്റ് നാടക പഠനം. കറുത്ത ദൈവം നാടകം ഞങ്ങൾ കണ്ടിറങ്ങി. അന്നത്തെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെയുണ്ടെന്നോ അന്ന് വരെ ഉണ്ട സർവ്വസങ്കല്പങ്ങളും അടിയറ വെച്ചുകൊണ്ട് ഞങ്ങൾ പഠിക്കാൻ ഇറങ്ങി. പുതിയ നാടകവേദിയെപ്പറ്റി, പുതിയതല്ല നാടകവേദിയെപ്പറ്റി. മലയാള നാടകരംഗത്തും സിനിമാ രംഗത്തും പ്രഗത്ഭന്മാരായിത്തീർന്ന ശ്യാമപ്രസാദ്, രഞ്ജിത്ത്, ജോസ് ചിറമ്മൽ, സന്ധ്യ രാജേന്ദ്രൻ, കുക്കു പരമേശ്വരൻ, നരിപ്പറ്റ രാജു, അഷ്റഫ് തുടങ്ങിയ വലിയ സംഘത്തിനൊപ്പമായിരുന്നു സതീഷിന്റെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ജീവിതം. ആറ്റിങ്ങൽ എനിക്ക് വന്നൊരു സന്തോഷം, നമുക്കൊരു പിൻബലം കിട്ടിയെന്നുള്ളൊരു വലിയൊരു അഭിമാനമായിരുന്നു എനിക്ക്. ഞാൻ സതീഷ ഇന്നു മുതൽ നമ്മൾ ഒറ്റക്കെട്ട കേട്ടോ. ഇവിടെ കുറേ പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നൊക്കെ വന്നവന്മാരുണ്ട്. അവന്മാർ നമ്മളെ ഇട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നീങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് ഉള്ള കണക്ക് ഞങ്ങളുടെ കൂടെ പഠിച്ച എല്ലാവർക്കും ഉണ്ട്. വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതിനേക്കാളൊക്കെ ഉപരി അസാമാന്യനായ ഒരു സംവിധായകനായിരുന്നു. കാര്യം ഏത് കാര്യത്തിനോട് കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നം അവന് എപ്പോഴുണ്ട്. അവന് നിസ്സാരമായിട്ടൊരു കാര്യത്തെയും കാണത്തില്ല എന്നുള്ളതാണ് അവൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം എന്ന് പറയുന്നത്. ഇപ്പം നാടകമായ നാടകം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വിഷയമായാൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവൻ വെൽ സ്റ്റഡീഡ് ആയിരിക്കും അവൻ. ആധുനിക നാടക പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന കാവാലത്തിന്റെ മാറാട്ടത്തിന് രംഗഭാഷ്യമൊരുക്കുമ്പോൾ എസ് സതീഷിന് പ്രായം 24 മാത്രമായിരുന്നു. യൗവനത്തിൽ തന്നെ വളരെ പക്വതയാർന്ന നാടക സംവിധായകനായി സതീഷ് മാറുകയായിരുന്നു. ആറ്റിങ്ങലിൽ അദ്ദേഹം ഒരു റിഹേഴ്സൽ ക്യാമ്പ് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തിനടുത്ത് തന്നെ ഒരു റിഹേഴ്സൽ പുര എന്ന് നമുക്ക് പറയാം, ഓല കൊണ്ട് മറച്ച ഒരു പുര. അതിൽ നടക്കുന്ന റിഹേഴ്സൽ അത് അതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിൽ വീക്ഷിക്കാനായിട്ട് അഭിപ്രായങ്ങൾ അറിയാനായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി. മാറാട്ടം എന്ന് പറയുന്നത് കാവാലനാരായണ പണിക്കരുടെ നാടകമാണ്. അത് അദ്ദേഹം തിരഞ്ഞെടുത്തത് തന്നെ അദ്ദേഹത്തിൻ്റെ നാടക ചിന്ത എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിൽ കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തനത് നാടക സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ തനത് നാടകത്തിൻ്റെ ഒരു പ്രവർത്തന മേഖലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാറാട്ടം എന്ന് പറയുന്ന നാടകം, അതും കാവാലത്തിൻ്റെ നാടകം തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തി എന്ന് പറയുന്നിടത്ത് തന്നെ നാടകത്തിൻ്റെ പുതുമുഖങ്ങളിലേക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നവോത്ഥാന ചിന്തകൾക്ക് വേണ്ടിയിട്ടും ആ യൗവനകാലത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാടക രംഗപ്രവേശന കാലത്തിൽ തന്നെ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാത്തമായ തെളിവാണ്. അങ്ങനെ ഞാനും കാവാലം സാറും അവിടെ എത്തിപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതകരമായി കാണാൻ കഴിഞ്ഞ മറ്റൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ തനത് സംസ്കാരത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഫോക്ലോറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കലകളിൽ നിന്നും ആവേശം കൊണ്ടും ഊർജം കൊണ്ടും ഒക്കെ ചെയ്തു വരുന്ന തനത് സംസ്കാരവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഘടന പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ കാണാൻ കഴിഞ്ഞു. അച്ഛനായിരുന്നു. ഞങ്ങൾക്ക് അന്നൊരു കളിയിലുണ്ടായിരുന്നു എഴുത്തിൽ പശുവിന്. അത് അച്ഛൻ വലുതാക്കി കൊടുത്തു. അവനങ്ങ് എല്ലാം വെച്ച് കെട്ടിയിട്ട് അതങ്ങ് വലുതാക്കി കൊടുത്തു. എന്നും അന്നൊക്കെ ഞാൻ ഗൾഫിലാണ് എങ്കിൽ പോലും അച്ഛൻ പറയും എപ്പോഴും വീട്ടിൽ ആൾ ഉണ്ടല്ലോ എന്ന് ഇപ്പോൾ ഒരു തോന്നലുണ്ട്. അവനിപ്പോൾ ഒരു നാടകത്തിന് എവിടെയെങ്കിലും അങ്ങ് വർക്കിനൊക്കെ പോയി കഴിഞ്ഞാലും അവനെ സംബന്ധിച്ചുള്ള ഈ നാടകത്തിനുള്ള പിള്ളേർ ഇവിടെ വരുന്നു, അവരിവിടെ നാടകം കളിക്കുന്നു. അതുകൊണ്ടൊക്കെ അച്ഛനും അമ്മച്ചും വലിയ സന്തോഷത്തിലായിരുന്നു. വീട്ടുപറമ്പിൽ ആരംഭിച്ച കളരിയിൽ വച്ചാണ് നാടകത്തെ ഞങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി കാണാൻ തുടങ്ങിയത്. നാട്യധർമ്മിയെന്നും ലോകധർമ്മിയെന്നുള്ള വാക്കുകൾ തന്നെ സതീശനിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. സതീശൻ അന്ന് മുതൽ തന്നെ ഒരു തനത് അല്ലെങ്കിൽ നാടൻ കലകൾക്ക് ആ നാടൻ കലകളിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജത്തിന് തിയേറ്ററിൽ എന്തുമാത്രം ആ ഊർജത്തിനെ ഉപയോഗിക്കാം എന്നുള്ള കാവാലം നാരായണ പണിക്കരുടെ സിദ്ധാന്തത്തിനെ പിന്തുടർന്നാണ് സതീശൻ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അമേച്വർ തെരുവ് നാടകത്തിലും തൻ്റേതായ പുതിയ മുഖം നൽകാനായി ശ്രമിച്ചു.
മലയാള നാടകവേദിയിലെ കുലപതികളായി വിശേഷിപ്പിച്ചിരുന്ന ജി ശങ്കരപ്പിള്ള, കാവാലം, നരേന്ദ്രപ്രസാദ് എന്നിവരുടെ രചനകൾക്ക് രംഗഭാഷ്യമൊരുക്കുവാൻ സതീശന് അവസരം സിദ്ധിച്ചു. മാറാട്ടം, കർണഭാരം, ഭീമകടോൽക്കജ ബൊമ്മലാട്ടം, മുറജപത്തിനു പോയ 2 സഞ്ചാരികൾ, അഗ്നിവർണ്ണന്റെ കാലുകൾ, ഉച്ചാടനം, ഒട്ടകങ്ങളുടെ യജമാനൻ, പശുഗായത്രി, റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്, സൈരന്ധ്രി, ചില്ലുകൂട്ടിലെ ബൊമ്മകൾ, പടിപ്പുര, ഒച്ചപ്പാട്, 3 പണ്ഡിതന്മാരും പരേതനായ സിംഹവും, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഉലകുട പെരുമാൾ, ഏരക പുല്ലുകൾ തുടങ്ങിയവയാണ് സതീഷിന്റെ സംവിധാനത്തിൽ പിറന്ന പ്രമുഖ നാടകങ്ങൾ. ദൃശ്യ മാധ്യമരംഗത്തേക്ക് കടന്നു വന്നപ്പോൾ, അതായത് അന്ന് ദൂരദർശൻ മാത്രം നിലവിലുണ്ടായിരുന്ന സമയങ്ങളിൽ അദ്ദേഹം ചെയ്ത ടെലിഫിലിമുകൾ ശ്രദ്ധിക്കപ്പെട്ട ടെലിഫിലിമുകളായിരുന്നു. ഒന്ന് ഡിസംബറിലെ മഞ്ഞ്, അതിനുശേഷം കളിപ്പാട്ടക്കടയിലെ സ്ത്രീ, അതിനുശേഷം മഴമേഘങ്ങൾ, എൻ മോഹൻ സാറിൻ്റെ കൊച്ചു തിരുമേനി, അതിനുശേഷം ഗ്രാമത്തിനക്കരെ, അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ടെലിഫിലിമുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് ഈ കാര്യങ്ങൾ, അവർക്കിപ്പോൾ 24 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ അത് പറയുമ്പോൾ അവർക്ക് വളരെ അത്ഭുതമാണ്. ഒരച്ഛൻ ഇവരുടെ ഈ പ്രായത്തിൽ ഇത്രയും ഒരു വലിയ ഉന്നതിയിലെത്തിയെന്ന് ഇപ്പം മക്കൾ അറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നാടകം എൻ്റെ ആത്മാവാണെന്ന് പറയുമായിരുന്നു. എൻ്റെ ആദ്യ ഭാര്യ തന്നെ നാടകമാണെന്നാണ് എന്നോട് കല്യാണം കഴിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് നാടകം ജീവനായിരുന്നു. യൗവനത്തിൽ തന്നെ വളരെ പക്വതയാർന്ന നാടക സംവിധായകനായി സതീഷ് മാറുകയായിരുന്നു. ദേശീയതലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ മാറാട്ടം മലയാള നാടകവേദിയിൽ പുതിയൊരു അധ്യായമായി. മൈസൂരിൽ നടന്ന ദക്ഷിണമേഖലാ നാടക കലോത്സവത്തിൽ ഏറ്റവും മികച്ച നാടകമായി മാറാട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് ഡൽഹിയിൽ നടന്ന ദേശീയ നാടകോത്സവത്തിലും മാറാട്ടം തന്നെയായിരുന്നു മികച്ച നാടകം. സതീഷ് ചേട്ടനാണ് കാവാലത്തിൻ്റെ ഒരു നാടകം ആദ്യമായി സ്കൂൾ ഓഫ് ഡ്രാമയിൽ അവതരിപ്പിച്ചതും ആ നാടകം സർവ്വവ്യാപകമായ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നതും. ഈ നാടകം, മാറാട്ടം നാടകം, ഡൽഹിയിൽ അവതരിപ്പിച്ച മുക്തകണ്ഠമായ പ്രശംസ ഏറ്റുവാങ്ങുകയുണ്ടായി. ഈ നാടകത്തിൻ്റെ രംഗാവതരണം കണ്ട ശേഷമാണ് ശ്രീ അരവിന്ദൻ ഇത് സിനിമയാക്കുവാൻ ആഗ്രഹിച്ചത്. നാടോടി കലാരൂപങ്ങൾക്കകത്തുള്ള നാടകങ്ങൾ പ്രയോഗിക്കാൻ സതീഷ് ശ്രമിച്ചിട്ടുണ്ട്. നാടക ഘടകങ്ങൾ, ഒരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ അതിൽ എഴുതി വച്ചിരിക്കുന്നത് അനുസരിച്ച് സംവിധാനം ചെയ്യുന്നതല്ല സംവിധാനം. അതിനെ അപനിർമ്മാണത്തിലൂടെ പുതിയ വീക്ഷണത്തിലെത്തിക്കാൻ കഴിയുന്നതാണ് സംവിധാനം എന്ന് പറയുന്നത്. നമ്മൾ കാണാത്തത് കാണുന്നവനാണ് സംവിധായകൻ. പണ്ട് നാടകത്തിൽ 3 A's ഉള്ളായിരുന്നു: ആദർ, ആക്ടർ, ഓഡിയൻസ്. അതാണ് 3 Aകൾ. ആ 3 Aകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിൽക്കാലത്ത് കാലം മാറിയപ്പോൾ പുതിയ തലമുറ വന്നപ്പോഴാണ് ഡയറക്ടർ, സംവിധായകൻ എന്ന സ്ഥാനം ആ നാടകത്തിൽ വന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ നാടകം സംവിധായകൻ്റെ കൂടിക്കലയാണ്. ഈ ഒരു നാടകം നമ്മൾ എഴുതി വച്ചിട്ടുള്ള ഒരു നാടകം അതേപടി അവതരിപ്പിക്കാൻ ഒരു സംവിധായകൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് സാമാന്യം കഴിവുള്ള ആക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ തന്നെ ചെയ്തോളും. പക്ഷേ അതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കിയിട്ട് അതിനെ എങ്ങനെ നമുക്ക് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എത്തിക്കാമെന്നുള്ള ദീർഘവീക്ഷണത്തോടു കൂടി നിരവധി അംശങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയതിനെ മാറ്റി എഴുതാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ സംവിധായകൻ. അങ്ങനെയുള്ളൊരു സംവിധായകനെയാണ് ഞാൻ സതീഷിൽ കാണുന്നത്. എഴുതി വയ്ക്കുന്ന അതേപടി സംവിധാനം ചെയ്യാൻ പലർക്കും കഴിയും, അതുപോരാ. അതിൻ്റെ അന്തസ്സത്തേക്ക് നിരക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള അംശങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് അതിനൊരു പുതിയ നാടകമാക്കി അവതരിപ്പിക്കാൻ സതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ കഴിവിനാണ് സംവിധായകൻ്റെ കഴിവെന്ന് പറയുന്നത്. അവിടെയാണ് സംവിധായകൻ മികവ് പുലർത്തുന്ന ആളായിട്ടുണ്ട്. അതിൽ വിജയിച്ച ആളാണ് സതീഷ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരനായ ജീൻ പോൾ സാർഥിൻ്റെ റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നാടകം രംഗത്തെത്തിച്ചതും MS സതീഷിൻ്റെ നാടക ജീവിതത്തെ വേറിട്ടതാക്കി. സതീർത്ഥ്യനായിരുന്ന ശ്യാമപ്രസാദായിരുന്നു വിവർത്തകൻ. ആ നാടകത്തിന് മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ
ഞങ്ങളുടെ സ്കൂൾ SN സ്കൂൾ സരോജിനി നായിഡു സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഫൈൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അവിടെ വെച്ചും കേട്ടിട്ടുണ്ട് ഒരുപാട് കഥകൾ. അതിലൊന്ന് ഇതാണ്, കഥയല്ല, ഇദ്ദേഹം അവിടെ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ മറ്റൊരു സുഹൃത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം കണ്ട മാറാട്ടം എന്ന നാടകത്തെ പറ്റിയിട്ട് ഒരുപാട് സംസാരിച്ചു. അദ്ദേഹം കണ്ടിട്ടുള്ള നാടകങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ നാടകമായിരുന്നു അത്, ആ കാഴ്ചയെ പറ്റിയിട്ട്. പക്ഷെ അത് ആരാ സംവിധാനം ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. അപ്പോഴാണ് MS സതീഷ് പറഞ്ഞത് അത് ഞാനാണ് സംവിധാനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് അത് പറഞ്ഞ് കേട്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു 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 വല്ലാത്ത ഒരു അനുഭവം ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴൊക്കെയോ എനിക്കൊന്ന് ദൂരദർശനുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് അദ്ദേഹമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ പറ്റിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി നാടകങ്ങൾ, ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അത് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാവക്കൂത്ത്, ഭീമ ഖഡോൽക്കെ ബൊമ്മല, ഇതൊക്കെ എനിക്ക് തോന്നുന്നു മഹേഷ് പഞ്ചു എന്ന് പറഞ്ഞൊരു നടനെ ഈ കലാസമൂഹത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് MS സതീഷിൻ്റെ നാടകങ്ങളിലൂടെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിലെ പാട്ടുകൾ ഈ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അദ്ദേഹം അതിൻ്റെ ആ നാടകത്തിലേക്ക് ഘടിപ്പിക്കുന്ന ഒത്തിരി നാടൻ പാട്ടുകളൊക്കെ ഉണ്ട്. എന്താണ് പാട്ടുകാരൻ വന്ന് ഞാനടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പാട്ടുകൾ ഇച്ചിരി ഓർത്താൽ ഇപ്പോഴും ഓർമ്മ വരും. അതിൽ ആ നാടകങ്ങൾ കാണുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത്ര ഗംഭീരമായ താളബോധം, സംഗീതബോധം, ഇത് കൃത്യമായിട്ട് എങ്ങനെ ഈ നാടകത്തിൽ ഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരുപക്ഷെ നമ്മൾ സാധാരണ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെതായ തനത് നാടക പാരമ്പര്യം, തനത് നാടകം, അല്ലെങ്കിൽ CN ശ്രീകണ്ഠൻ നായരും ശങ്കരപ്പിള്ള സാറും കാവാലവും ഒക്കെ തെളിച്ച ആ വഴിയിലൂടെ മുന്നോട്ട് ഏറെ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു സംവിധായകൻ ആയിരുന്നു ശ്രീ MS സതീഷ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു യാതൊരു സംശയവുമില്ല. അത് ഒരുപാട് പശുഗായത്രി, മാറാട്ടം, ഭീമ ഖഡോൽക്കെ ബൊമ്മലാട്ടം, പാവക്കൂത്ത്, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ, അതിലൂടെ ഈ നാടകരംഗത്തേക്ക് വന്നിട്ടുള്ള ഒത്തിരി നടന്മാർ. അപ്പോൾ ആ നടന്മാരൊക്കെ പിന്നീട് പലരും, ഇപ്പോൾ മഹേഷ് പഞ്ചു തന്നെ പിന്നീട് എത്രയോ നമ്മുടെ കേരളീയ കലാസമൂഹത്തിൽ വളരെ മികച്ച ഒരു സ്ഥാനത്തിൽ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അത് പക്ഷേ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. തിരനോട്ടം എന്ന പേരിൽ നാടകസമിതിക്ക് ബീജാവാപം നടന്നതും ഇതേ കാലത്തായിരുന്നു. തിരനോട്ടം ആറ്റിങ്ങലിൻ്റെ ആദ്യ നാടകം പശുഗായത്രിയായിരുന്നു. തിരനോട്ടത്തിൻ്റെ പേരിൽ അരങ്ങിൽ ആടിത്തിമിർത്ത നാടകമായിരുന്നു സൈരന്ധ്രി. വേറിട്ട അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധേയമായ നാടകമായിരുന്നു സൈരന്ധ്രി. എല്ലാ വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരെ വളരെയധികം പ്രചോദനം നൽകുകയും സ്വാധീനിക്കുകയും ഇഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് സൈരന്ധ്രി എന്ന് പറയുന്നത്. കീചകൻ എന്ന് പറയുന്ന ഒരു ദുഷ്ട കഥാപാത്രത്തിൻ്റെ ഒരു അനുരാഗ നായകനായി അവതരിപ്പിക്കുന്ന നാടകമാണ് സൈരന്ധ്രി എന്ന് പറയുന്നത്. അപ്പോൾ അക്കാലത്ത് അത് നൂറുകണക്കിന് വേദികളിൽ, ഒരുപക്ഷെ അതിലും കൂടുതൽ വേദികളിൽ കേരളത്തിനകത്തും പുറത്തും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. ഏകാംഗ നാടകത്തിൽ ഇത്രയും ഗൗരവമായ രീതിയിൽ സംവിധാനത്തെ പരീക്ഷിക്കുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനുമുള്ള ധീരതയുള്ളവർ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 80കളിലെയും 90കളിലെയും ഒക്കെ നാടകത്തെ സ്നേഹിച്ചിരുന്ന ചെറുപ്പക്കാരുടെ മനസ്സിലെക്കാലവും ശ്രീ MS സതീഷ് നിലനിൽക്കും. കാവാലം നാരായണ പണിക്കർ, G ശങ്കരപിള്ള, R നരേന്ദ്രപ്രസാദ് തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പം MS സതീഷ് എന്ന പേരും ചേർക്കപ്പെട്ടു. ഇതിവൃത്തത്തെ കവച്ചുവെക്കുന്ന രംഗപാഠം ഒരുക്കിയെന്നായിരുന്നു വിധികർത്താക്കൾ മാറാട്ടത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ദ ബർത്ത് ഓഫ് ട്രഡീഷണൽ തിയേറ്റർ എന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് പത്രം MS സതീഷിനെ കുറിച്ച് എഴുതിയത്. എലിസബത്തൻ തിയേറ്ററിനെ കുറിച്ച്, ഷേക്സ്പിയർ തിയേറ്ററിനെ കുറിച്ച്, മാർലോ തിയേറ്ററിനെ കുറിച്ച്, അതിൽ എസ്പെഷ്യലി സതീഷ് ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററുണ്ട്. അത് പിന്നെ ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന നാടകത്തെക്കുറിച്ചിട്ടായിരുന്നു. ആ നാടകം വിഷ്വലൈസ് ചെയ്തതിനെക്കുറിച്ച് ഞാൻ സതീഷിനോട് 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കിട്ടാവുന്ന സ്പേസുകളിലൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. നാടകം പഠിക്കാനായി സതീഷിനെ തേടിയെത്തിയവർക്കു വേണ്ടി ആറ്റിങ്ങലിലെ വീടിനു മുന്നിൽ കെട്ടിയുയർത്തിയ നാടകശാല
നാടകക്കളരിയായി മാറി. നിരവധി പേർ സതീഷിന്റെ ശിഷ്യരായി. വിവിധ പ്രായത്തിലുള്ള ശിഷ്യരെക്കൊണ്ട് നാടകക്കളരി നിറഞ്ഞിരുന്ന ഒരു ഭൂതകാലം. നടനം അറിയാത്തവർ വരെ മഹാനടന്മാരായി. നാടകമെഴുത്തിന്റെ ബാലപാഠമറിയാത്തവർ നാടകകൃത്തുകളായി. ചരിത്രത്തിൽ ഇടം നേടിയ നാടകക്കളരിയായി അത് മാറി. ചാത്തന്നൂർ കൊച്ചുനാരായണപിള്ള എന്ന് പറയുന്ന കഥകളി ആശാനെ കൊണ്ടുവന്നിട്ട്, കഥകളി ഗുരുവിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെയെല്ലാം കഥകളി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൽ കഥകളിയെ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പിന്നീട് ശരീരത്തിന് വഴങ്ങാത്ത ഒരു കാര്യമാണ്. പക്ഷേ അപ്പോഴെല്ലാം ഈ സതീഷ് ഞങ്ങളവിടെ വന്നിട്ട് ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരു ലൈവായിട്ടുള്ളൊരു തിയേറ്റർ എങ്ങനെയാണ് അകേരളീയമായ കാര്യങ്ങളെ തിരസ്കരിക്കേണ്ടതെന്നുള്ള ഒരു ബോധം സതീഷ് ഏട്ടനിലുണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ മഹേഷ് മഞ്ജുവിനെ പോലെയുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ കളരിയിലൂടെയാണ് സമർത്ഥരായിട്ടുള്ള നടന്മാരായി പരിണമിച്ചത്. രണ്ടായിരത്തി വിതുര സുഹൃത്ത് നാടകക്കളരി മഹാഭാരത കഥകൾ വിവിധ സംവിധായകരുടെ നേതൃത്വത്തിൽ പരമ്പരയായി അവതരിപ്പിച്ചിരുന്നു. അതിൽ MS സതീഷ് സംവിധാനം ചെയ്ത സഭാപർവം നാടകം ദേശീയ തലത്തിൽ ശ്രദ്ധേയമായി. മനോജ് മുത്താനയുടെ രചനയിൽ MS സതീഷ് ഒരുക്കിയ ഈ നാടകം കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ അരങ്ങേറിയിരുന്നു. 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തെ 9 പർവ്വങ്ങളാക്കുകയും ആ 9 പർവ്വങ്ങളിലും 9 ഡയറക്ടേഴ്സിനെ കൊണ്ട് നാടകം ചെയ്യിപ്പിക്കുവാനുള്ള രീതിയിലേക്ക് ഞാൻ വിചാരിച്ചത്. അതിൽ രണ്ടാമത്തെ ഭാഗം ശ്രീ MS സതീഷാണ് ചെയ്തത്. മറ്റാരുമല്ല, നിങ്ങൾക്കെല്ലാം അറിയാം, ജരാസന്ധൻ. എന്നാൽ അവിടെയും പാണ്ഡവരുടെ തുണയ്ക്കെത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ. കൃഷ്ണന്റെ ബുദ്ധിയും ഭീമസേനന്റെ ശക്തിയും കൂടി ചേർന്നപ്പോഴോ ജരാസന്ധന്റെ കാര്യം തഥൈവ. അതെ അതെ, മഹത്തായ രാജസൂയം. കോസ്റ്റ്യൂമിലും താളത്തിലും പാട്ടിലും ഒക്കെ വളരെ ഡെഡിക്കേഷനായിട്ട്, വളരെ അർപ്പണബോധത്തോടെ അദ്ദേഹം നമ്മളോടൊപ്പം നാടകത്തിനുണ്ടായിരുന്നു. ടെലിവിഷനിൽ അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് 2 ടെലിഫിലിമുകൾ ചെയ്തു. രണ്ടും നല്ല പ്രശംസ ഏറ്റുവാങ്ങിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മായിക ലോകത്തേക്ക്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു മായിക ലോകത്തേക്കൊന്നും പോകാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അതിന് ഒരു ചെറിയ മടി കാണിച്ചിരുന്നു. ഈവൻ അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ചിന്തിക്കുന്നതൊക്കെ നാടകത്തെക്കുറിച്ചായിരുന്നു. ഇടത്താവളം എന്ന് പറഞ്ഞ ക്യാമ്പിലേക്ക് ഞാൻ പെർഫെക്റ്റായിട്ടുള്ളൊരു പ്ലേ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നർ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അകത്ത് നിന്നിട്ട് പ്രഭാതരശ്മികൾ പുറത്തേക്ക് അടിക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. അത് ശരിക്ക് MS സതീഷിനെ പോലത്തെ ഒരു ഡയറക്ടർക്കല്ലാതെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഞാനിത് കണ്ടിട്ട് ശരിക്കും അനി എന്നെ വിളിച്ചേക്കുന്നത് ഇതൊന്ന് പ്രൊഫഷണലൈകരിക്കാനാണ്. ഞാൻ അനിയോട് പറഞ്ഞു, എൻ്റെ പൊന്നനി, ആ നാടകത്തിൽ ഇനി വാസുട്ടിയുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും വേണ്ട. അദ്ദേഹം ചെയ്തു വെച്ച ആ പ്ലേ ഗംഭീരം, പെർഫെക്റ്റ് പ്ലേ ആണ് ഇടത്താവളം. നാടക സംഭാഷണങ്ങളെ സംഗീതാത്മകമായ വേദിയിൽ അവതരിപ്പിക്കുവാൻ ഏറ്റവും നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വം. G. ശങ്കരപ്പിള്ള സാറിൻ്റെ 3 പണ്ഡിതന്മാരും പരേതനായ സിംഹവും, അഗ്നിവർണ്ണൻ്റെ കാലുകൾ, ഉച്ചാടനം, ഭീമകടോൽക്കജ, ബൊമ്മനാട്ടം എന്നീ നാടകങ്ങളൊക്കെ നിരവധി മത്സരവേദികളിൽ അവതരിപ്പിച്ച് യൂണിവേഴ്സിറ്റി തലത്തിൽ, സംസ്ഥാന IT തലത്തിലൊക്കെ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ നാടകങ്ങളാണ്, ശ്രദ്ധേയമായ നാടകങ്ങളാണ്. ഇതിൽ ഉച്ചാടനം എന്ന നാടകം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുമുണ്ടായി. മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കഥാപാത്രത്തെ ആവിഷ്കരിക്കാൻ പറ്റുള്ളൂ. ബോഡിയും അങ്ങനെ ആയിരിക്കണമല്ലോ. എന്തിനാ വോയിസ്? അത് കള്ളനായും കൊലപാതകിയായും ജഡ്ജായും ഒക്കെ ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തേണ്ട വോയിസ്.
അത് രൂപപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഇയാൾ എന്നോട് പറയുമായിരുന്നു. എൻ്റെ ജൂനിയർ, വളരെ ജൂനിയറായിരുന്നു എങ്കിൽ പോലും എനിക്ക് ഏറെ ബഹുമാനമായിരുന്ന ആളാണ് അദ്ദേഹം. ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു നാടകത്തിനെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന ഒരു എൻ്റെ ഗുരുനാഥനാണ് പിന്നെ എം എസ് സതീഷ് എന്ന് പറയുന്നത്. അതിനെനിക്ക് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഇപ്പോഴും ഞാൻ മനസ്സിൽ താലോലിക്കുന്ന ഒരു ഓർമ്മയാണത്. അതായത് ഭാസ നാടകമായിട്ടുള്ള പിന്നെ കർണഭാരം നാടകത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കർണൻ്റെ ഭാരം, കർണം യുദ്ധത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് കുന്തിയാണ് തൻ്റെ അമ്മയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം യുദ്ധഭൂമിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം രഥത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കർണ എന്നൊരു അശരീരി കേൾക്കുന്നു. ഒറ്റ നിമിഷം കർണ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പാഞ്ഞു പോയതാണ് കർണഭാരം. അത് ഒരു സംവിധായകൻ എങ്ങനെ വേണമെങ്കിലും അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ പോകുന്ന കർണനെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥനായ എം എസ് സതീഷ് വ്യാഖ്യാനിച്ചത് സ്വന്തം അമ്മയുടെ ചാരിത്ര്യം സൂക്ഷിക്കേണ്ടി വരുന്ന മകൻ്റെ വ്യഥയാണ് കർണൻ്റെ ഭാരം എന്ന് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞ, ഞാൻ പറയും ഞാൻ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നാടക സംവിധായകനാണ് എം എസ് സതീഷ് എന്ന് പറയാൻ ആണ് എനിക്കതാണ് ഇഷ്ടം. നമ്മൾ ഈ പുരോഗമന പ്രസ്ഥാനങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരണം, അമച്ചർ നാടകങ്ങൾ ആ രീതിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഈ കലാകാരന്മാരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊരു മാർഗദർശനം കൊടുക്കാൻ എം എസ് സതീഷിനെ പോലെ ഒരാൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്ഥിരം നാടകവേദി ഉണ്ടാകണം ആറ്റിങ്ങലെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ശിഷ്യന്മാരെല്ലാവരും മുൻകൈ എടുക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു അത്, ഒരു സ്ഥിരം നാടകവേദി ആറ്റിങ്ങൽ വരണം എന്നുള്ളത്. എൻ്റെ 9ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛനെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ചില ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. കുറച്ച് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അച്ഛൻ എപ്പോഴും പുസ്തകം വായിക്കുമായിരുന്നു. പുസ്തകം നമ്മളെയും വായിപ്പിക്കും. പുസ്തകം വായിപ്പിക്കുമ്പോൾ പറയും വരികൾക്കിടയിൽ കൂടിയാണ് വായിക്കേണ്ടത്, എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു അർത്ഥം, ഭാവങ്ങൾ എല്ലാം തിരിച്ചറിയാൻ പറ്റുമെന്ന്. മുറജപത്തിനു പോണ രണ്ടു സഞ്ചാരികൾ, മുറജപത്തിനു പോണ രണ്ടു സഞ്ചാരികൾ, കാലടി തിരുമേനിയാണല്ലോ ഇത്, കാലടിയിലെ ഭൃത്യൻ ശംഖുവും, കാലടി തിരുമേനിയാണല്ലോ ഇത്, കാലടിയിലെ ഭൃത്യൻ ശംഖുവും. അത് ലാസ്റ്റിൽ പനവേലിയിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ നമ്മളെ സാസാന്നളിൽ. ആ വെള്ളപ്പൊക്കത്തിൽ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയതിലാണ് അവനൊരു മനപ്രയാസം വന്നത്. വെള്ളം കയറിയിട്ട് അവൻ്റെ വർക്ക് ചെയ്തിരുന്ന ബുക്കുകളെല്ലാം എഴുത്തും എല്ലാം ആ വെള്ളപ്പൊക്കത്തിലങ്ങ് പോയി. അത് ഇന്നുള്ള ഇതിൽ എടുത്ത് വൃത്തിയാക്കി ഉണക്കി എടുത്തുമൊക്കെ വെച്ചാണ് അവന് ഹാർട്ടിൽ നീര് കിട്ടുന്നത്. അതും നമ്മളാരും അറിയുന്നില്ല. അവസാനമായിട്ട് വായിച്ചത് ഖുറാനാണ് വായിച്ച് നിർത്തിയത്. ഖുറാൻ അതിനിടെ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ബൈബിള് വായിച്ചു, ഭഗവത്ഗീത വായിച്ചു, അടുത്തത് ഖുറാൻ വായിച്ചിട്ടാണ് അവസാനം. മരിക്കുന്നതിന് ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് വരെയും ഖുറാനായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. മഹാഭാരതത്തിലെ ക്യാരക്ടറായിരുന്നു കർണൻ എന്ന് പറഞ്ഞു. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കർണൻ. അപ്പം അച്ഛൻ കർണനെ പോലെ ആയിരിക്കും, അച്ഛൻ എന്ത് ചോദിച്ചാലും കൊടുക്കും, തിരിച്ചൊന്നും അച്ഛൻ അതേപോലെ അച്ഛൻ ലൈഫിലും അതേപോലെ ആയിരുന്നു, കർണനെ പോലെ ആയിരുന്നു. ആരെന്തെന്ന് ചോദിച്ചാലും കൊടുക്കും. എപ്പോഴും പറയുമായിരുന്നു, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന്. അത് ഇപ്പോഴും മനസ്സിലതൊരു വിങ്ങലായിട്ടിരിക്കുന്നു ആ ഒരു വാചകം. ഇനിയും രേഖപ്പെടുത്താത്ത ചരിത്രമായി എം എസ് സതീഷ് കുറേ പേരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒപ്പം സഞ്ചരിച്ചതും ഒപ്പം ജീവിച്ചവരുമായ കുറേ പേരുടെ ഹൃദയങ്ങളിൽ മാത്രം. ആ പ്രതിഭാശാലി സ്വന്തമായി മെനഞ്ഞുണ്ടാക്കിയ അതുല്യ രംഗഭാഷയുടെ വ്യാകരണങ്ങൾക്ക് രേഖകളില്ലാതെ പോയി. ഭാരതമൊട്ടുക്കും കൊട്ടിഘോഷിച്ചവതരിപ്പിച്ച നാടകങ്ങളുണ്ടായിട്ടും എം എസ് സതീഷിന് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയി. അകാലത്തിൽ മരണം തട്ടിയെടുക്കും വരെയും.
തഴുകിയും തലോടിയും ആ പ്രതിഭയുടെ മാറ്റിന് വാചിക സാക്ഷ്യപത്രങ്ങൾ നൽകിയ പണ്ഡിത ശ്രേഷ്ഠന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. രേഖപ്പെടുത്താതെ പോയ ഒരു രംഗഭാഷയും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോയ MS സതീഷ് എന്ന അതുല്യ കലാകാരനും കുറേ സഹപ്രവർത്തകരുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ മാത്രം ഓർമ്മകളായി ഘനീഭവിച്ചു നിൽക്കുന്നു.